ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് കിഡ്സ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഇതിനു മുമ്പ് ഞാനൊരു വിപ്പിംഗ് ക്രീം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അതിനേക്കും എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന, ഏകദേശം ഒരാഴ്ച വരെ റൂം ടെമ്പറേച്ചറിൽ തന്നെ നിൽക്കുന്ന, അതേപോലെ ഒരു 10 രൂപയ്ക്കുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്, അതേ ടെക്സ്ചറാണ്, അതേപോലെ തന്നെ നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നമ്മുടെ ഗിവ് അവയുടെ കാര്യം ആരും മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളാണ്. ഈ ഒരു ബൗളിലോട്ട് നമുക്ക് 2 മുട്ടയുടെ വെള്ള ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ടെക്സ്ചർ കറക്റ്റ് കിട്ടില്ല. അതേപോലെ തന്നെ എഗ്ഗിൻ്റെ യോക്ക് ഉണ്ടായി കഴിഞ്ഞാലും അതേപോലെ നമുക്ക് റെഡി ആയിട്ട് കിട്ടില്ല. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ 1/2 കപ്പ് അളവിൽ നല്ല പോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു ബൗൾ ഞാൻ ഇറക്കി വെക്കുകയാണ്. ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. നിങ്ങൾ എടുക്കുമ്പോഴും പെട്ടെന്ന് പൊട്ടിപ്പോവാത്ത എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതൊരു 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസി ആവും. നമ്മൾ കൈവച്ച് തൊടുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ വലിഞ്ഞിട്ടിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് അതിലോട്ടൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് അത് മാറ്റി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നമ്മൾ വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഏകദേശം ഒരു 18 മിനിറ്റാണ് എനിക്കിത് നന്നായിട്ട് സ്റ്റിഫായിട്ട് ബീറ്റായി വരാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നേരം ബീറ്റ് ആയിട്ട് ഇത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിർത്തി കളയണ്ട. അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റിഫായിട്ടുള്ള ക്രീം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വീട്ടിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-12 മിനിറ്റോളം ഹൈ ഇതിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ നല്ല സ്റ്റിഫായിട്ടിരിക്കും. നമ്മൾ കമഴ്ത്തി പിടിച്ചാലോ അല്ലെങ്കിൽ ബീറ്ററിൽ നിന്ന് ഇങ്ങനെ താത്തി നോക്കിയാലോ ഒന്നും ഇത് താന്ന് വരില്ല. അത്രയ്ക്ക് നല്ല സ്റ്റിഫായിട്ടാണ് ഇതിരിക്കുക. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യാനും അതേപോലെ തന്നെ ഡെക്കറേഷൻസ് ചെയ്യാനും നല്ല യൂസ്ഫുള്ളാണത്. അപ്പോൾ ഈ ഒരു ക്രീം വെച്ചിട്ട് ഞാനൊരു ഫ്ലവർ ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായി ഇരുന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലെയുള്ള ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രീം വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ വിപ്പിംഗ് ക്രീം എങ്ങനെയാണോ ചെയ്യാറുള്ളത് അതേപോലെ തന്നെ ഇതിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ലാസ്റ്റ് അത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മറന്നുപോയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും ഈ ഒരു ക്രീം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ക്രീം വെച്ചിട്ട് ഐസിങ് ചെയ്യുന്ന വേറൊരു വീഡിയോ ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗിവ് അവയുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒന്ന് പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, ആ സ്ഥലത്തിൻ്റെ പേരൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കൂടെ നിങ്ങളുടെ പേരും കൂടെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.